ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആത്മാവിന്റെ ഉയർപ്പല്ല, ആളുടെ ഉയർപ്പ്. മരിയൻ ധ്യാനം 171 എപ്പിസോഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് ശരീരത്തെ മാറുന്നതല്ല മരണം. ഗ്രീക്ക് തത്വചിന്തയിലും ഗ്രീക്കുകാർ, അതുപോലെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഈ നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് ശരീരത്തെ മാറുന്നതാണ് മരണമെന്നാണ്. അങ്ങനെയല്ല ക്രൈസ്തവ വിശ്വാസം. വസ്ത്രം മാറുന്നത് പോലെ ദേഹത്തെ മാറുന്നതല്ല മരണം. സോക്രട്ടീസിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ മരണവും തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എങ്കിൽ എന്താണ് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചുള്ള മരിച്ചവരുടെ ഉയർപ്പ്? മരിച്ചവരുടെ ഉയർപ്പ് എന്നാണ് നമ്മൾ പറയണേ. മരിച്ചവരുടെ ഉയർപ്പ്. അപ്പൊ എന്താണ് ഈ ക്രൈസ്തവ വിശ്വാസം? അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് മനുഷ്യൻ എന്ന് ആദ്യം തിരിച്ചറിയണം. ആരാണ് മനുഷ്യൻ? ആത്മാവിൽ നിന്ന് വേർതിരിക്കപ്പെട്ടതും ഭിന്നവുമായ ശരീരത്തെ സൂചിപ്പിക്കാനുള്ള ഒരു വാക്ക് ബൈബിളിലില്ല. ഞാൻ ആവർത്തിക്കുകയാണ്. ഇച്ചിരി നമ്മൾ കേട്ട് പരിചയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ്, അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്നതാണ് കത്തോലിക്ക വിശ്വാസം. നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധനോ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കാം. പക്ഷെ നമ്മൾ കേട്ട് ശീലിച്ചിരിക്കുന്നതും നമ്മുടെ മറ്റ് സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങളും മറ്റും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ വേറെ തരത്തിലായതുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുക. ആത്മാവിൽ നിന്ന് ഭിന്നമായത്, വേർതിരിക്കപ്പെട്ടത്, അങ്ങനെ ഒരു ശരീരത്തെ സൂചിപ്പിക്കുന്ന വാക്ക്, അതിനുള്ള വാക്ക് ബൈബിളിലില്ല. ബൈബിളിൽ ആത്മാവ് എന്ന വാക്കിനർത്ഥം ശരീരമുള്ള മനുഷ്യൻ എന്നാണ്. ബൈബിളിൽ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരമുള്ള മനുഷ്യൻ, ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ആത്മാവ്. അങ്ങനെ അർത്ഥമില്ല. ശരീരമുള്ള മനുഷ്യനെയാണ് ആത്മാവെന്ന് പറയണേ. ദൈവം അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കാൻ, ദൈവമാണ് ആത്മാവിനെ സൃഷ്ടിക്കണേ. നമ്മുടെ അപ്പനോ അമ്മയോ അല്ല ആത്മാവിനെ സൃഷ്ടിക്കണേ. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ മാനുഷിക മാതാപിതാക്കള് ശരീരം കൊടുക്കുകയാണ്. അങ്ങനെ ശരീരം കൊടുക്കുമ്പോൾ ഈ ആത്മാവ് തന്നെ ആളായി മാറുകയാണ്. ദൈവം സൃഷ്ടിച്ച ആത്മാവിന് നമ്മുടെ അപ്പനും അമ്മയും ശരീരം കൊടുക്കുമ്പോൾ ആ ആത്മാവ് തന്നെ ആളായി മാറുകയാണ്. പിന്നെ ആത്മാവ് ശരീരം എന്നുള്ള ഒരു ഭിന്നതയില്ല. ശരീരമുള്ള മനുഷ്യൻ, അതാണ് ആത്മാവ്. ശരീരമുള്ള മനുഷ്യൻ, അതാണ് ആത്മാവ്. അപ്പൊ ആള് എന്നാണ് അർത്ഥം. ആത്മാവിന് ആള് എന്നാണ് അർത്ഥം. ശരീരമുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഉയർപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിഭാജ്യമായ മനുഷ്യൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ ഉയർപ്പാണ് ഉദ്ദേശിക്കുന്നത്, രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ആത്മാവ് ശരീരം എന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നിന്റെ അല്ല, അവിഭാജ്യ മനുഷ്യൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ, ഒരൊറ്റ ആളുടെ ഉയർപ്പാണ്, രക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മനുഷ്യനിലെ പാതിയുടെ, അതായത് അതും താരതമ്യേന അപ്രസക്ത പാതിയായ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചല്ല, രക്ഷപ്പെടലിനെ കുറിച്ചല്ല മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ബെനഡിക്ട് മാർപ്പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന പുസ്തകത്തില് 443 പേജൊക്കെ വായിച്ചു നോക്കാം. അവിടെ മാർപ്പാപ്പ കൃത്യമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് സഭയുടെ ഔദ്യോഗിക പ്രബോധനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്നത് വ്യത്യസ്തമായി നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ക്രൈസ്തവ വിശ്വാസമല്ല. ഈ ഗ്രീക്ക് തത്വചിന്തയാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയത്, തെറ്റിദ്ധരിച്ചിട്ട്. അപ്പൊ ഈ ആത്മാവ് ശരീരം എന്നൊക്കെ ബൈബിള് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു വചനം നോക്കാം. 1 തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും മുഴുവൻ അവികലവും കുറ്റമറ്റവുമായി സംരക്ഷിക്കപ്പെടാൻ ഇടയാകട്ടെ. ആത്മാവും പ്രാണനും ദേഹവും.
അതിനെയാണ് ഞാൻ ഈ ആത്മാവ് പ്രാണൻ ദേഹം എന്നുള്ളത് തന്നെയാണ് ദേഹം ദേഹി ആത്മാവ് എന്ന് ഞാൻ പറയണേ. ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ്. ആത്മാവ് സ്പിരിറ്റ്, പ്രാണൻ സോള്, ദേഹം ബോഡി. 3 കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് പറയണേ. നമ്മുടെ ആത്മാവ് ശരീരം എന്നാണ് പലപ്പോഴും കേൾക്കണേ. അങ്ങനെയല്ല, 3 കാര്യങ്ങളാണ്. ദേഹം ദേഹി ആത്മാവ്, അല്ലെങ്കിൽ ആത്മാവ് പ്രാണൻ ദേഹം. 3 കാര്യങ്ങളെ കുറിച്ചാണ് പൗലോസ് പറയണേ. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സോള് എന്ന് പറയും, സോള് പ്രാണൻ. ആത്മാവെന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ ദേഹി എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അതിന് സോൾ അതിന് ദേഹി എന്ന് ഉപയോഗിക്കാം. ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ദേഹം ദേഹി സോള്, ഈ ദേഹിയുടെ ഹൃദയത്തിലെ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് ആത്മാവിന്റെ 7 ദാനങ്ങൾ. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ പഠിച്ചിട്ടില്ലേ? അതെവിടെന്നാ വരുന്നത്? യശയായുടെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള POS ബൈബിൾ എടുത്ത് നോക്കിയിട്ട് അവിടെ 7 ദാനങ്ങൾ നോക്കിയാൽ 7 ഉണ്ടാവില്ല, 6 ഉണ്ടാവും. കാരണം അത് ഹീബ്രു ബൈബിൾ എന്നുള്ള തർജ്ജമയാണ്. അതാണ് മൗലികം. അപ്പൊ ഞാൻ ആ ഹീബ്രു ബൈബിൾ തർജ്ജമ ഞാനൊന്ന് വായിക്കാം. ഇസ്സായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും. അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു ശാഖ ഫലം കായ്ക്കും. അവന്റെ മേൽ യാഹ്വയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും കർത്തൃഭയത്തിന്റെയും ആത്മാവ്. 6 ജ്ഞാനം, വിവേകം, ആലോചന, ശക്തി, അറിവ്, കർത്തൃഭയം. 6 പിന്നെ 7 കിട്ടിയത് എവിടെന്ന്? ഇത് ഞാൻ പറഞ്ഞത് ഹീബ്രു ബൈബിളിൽ 6 ഈ ഹീബ്രു ബൈബിള് BC 250 ക്രിസ്തുവിന് മുമ്പ് 250 മുതലുള്ള കാലയളവിൽ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതിനെയാണ് സെപ്തുജിന്ത് എന്ന് പറയണേ. അതിൽ 7 7ാമത്തേത് ഏതാണ്? ഇതിലില്ലാത്തത് ഏതാ? നമ്മളിപ്പം ആത്മാവിന്റെ 7 ദാനങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതൊക്കെയാണ്? ബോധം, ബുദ്ധി, അറിവ്, ആലോചന, അല്ലെങ്കിൽ വിവേകമാണ്. പിന്നെ ആത്മശക്തി അല്ലെങ്കിൽ ധൈര്യം, പിന്നെ കർത്തൃഭയം. ഇതിനിടയ്ക്ക് വിട്ടുപോയത് 6നും 7നും ഇടയ്ക്ക്, അല്ല 5നും 6നും 6 കഴിഞ്ഞിട്ട് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. ഏതാണ് നമ്മൾ പഠിച്ചതിൽ നിന്ന്? ഭക്തി, മതം, ദൈവചിന്ത, ഈശ്വരചിന്ത. എയൂസേബിയസ് എന്നാണ് വാക്ക്. ദൈവചിന്ത, ഈശ്വരചിന്ത, അത് നമ്മുടെ ദേഹിയിൽ ആലേഖനം ചെയ്തിരിക്കുകയാണ്. അപ്പോ ദേഹിയുടെ ഹൃദയമാണ് ആത്മാവെന്ന് പറയാം. ആത്മാവെന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ കേട്ടിരിക്കുന്ന ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ സോളിനും സ്പിരിറ്റിനും നമ്മൾ ആത്മാവെന്ന് ഉപയോഗിക്കണേ. അത് മറിച്ച് അത് വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ദേഹം ബോഡി, ദേഹി സോള് അല്ലെങ്കിൽ പ്രാണൻ, പിന്നെ സ്പിരിറ്റ് ആത്മാവ്. ദേഹം ദേഹി ആത്മാവ്, ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ സോള് ദൈവം സൃഷ്ടിക്കുന്നതാണ്. ആ ദൈവം സൃഷ്ടിക്കുന്ന സോളില്, ദേഹിയില് അതിന്റെ ആന്തര ക്വാളിറ്റിയായി, ഫാക്കൽറ്റിയായി ഈ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ വെച്ചിരിക്കുക. അതിനെ ആത്മാവിന്റെ 7 ദാനങ്ങൾ പറയണേ. നമ്മുടെ ദേഹിയിൽ ആത്മാവിന്റെ 7 ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. ബോധം, ബുദ്ധി, അറിവ്, വിവേകം, ധൈര്യം അല്ലെങ്കിൽ ആത്മശക്തി, ഭക്തി അല്ലെങ്കിൽ മതം, ദൈവചിന്ത, പിന്നെ ഗോഡ്ലിനെസ് എന്നൊക്കെ പറയാം, ഈശ്വരചിന്ത, പിന്നെ കർത്തൃഭയം. ഈ 7 ദാനങ്ങൾ, ആത്മാവിന്റെ 7 ദാനങ്ങൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹിയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത് ദേഹം ദേഹി ആത്മാവ്. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് ആത്മാവ് പ്രാണൻ ദേഹം, ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് എന്നാണ്. നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചോദ്യം വരാം. അയ്യോ അച്ചോ, ഇത് മിശിഹായെ കുറിച്ചല്ലേ പറയുന്നത്? ഇല്ലേ? ഇസ്സായുടെ കുറ്റിയിൽ നിന്ന്. ഇസ്സായി എന്ന് പറയുന്നത് ജസെ, ദാവീദ് രാജാന്റെ അപ്പനാണ്. ഇസ്സായുടെ കുറ്റി എന്ന് പറഞ്ഞാൽ ദാവീദ് രാജാവ്. അവിടുത്തെ ഒരു മുള കിളിർത്ത് വരും. അവന്റെ വേരുകൾ എന്നൊരു ശാഖ, ആ ശാഖ എന്ന് പറഞ്ഞ മിശിഹായാണ്. അപ്പൊ മിശിഹായിലുള്ള 7 ദാനങ്ങളെ കുറിച്ചല്ലേ, പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്? തീർച്ചയായിട്ടും അതെ. പക്ഷെ അത് മിശിഹായിൽ മാത്രമുള്ളതല്ല. ഈ 7 ദാനങ്ങൾ, ആത്മാവിന്റെ 7 ദാനങ്ങൾ അവന്റെ എല്ലാം തികഞ്ഞ അവസ്ഥയിൽ, പൂർണ്ണമായ അവസ്ഥയിൽ മിശിഹായിൽ മാത്രമേ ഉള്ളൂ. നമ്മള് മിശിഹായിലേക്ക് ഉൾച്ചേർക്കപ്പെട്ടാലേ ആ 7 ദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റൂ. ഒരു ഉദാഹരണം പറയാം. പശു ദൈവമാണെന്ന് കുറെ ആളുകൾ വിശ്വസിക്കുന്നു. എന്താ കാര്യം? നമ്മളിതൊക്കെ യൂറോപ്പിലോ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കളിയാക്കുന്ന ഏറ്റവും പ്രധാന സംഗതിയാണ് ഹോളി കൗ, വിശുദ്ധ പശു. ശരിക്കും ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല പശു ദൈവമാണെന്ന്, അല്ലേ?
പക്ഷേ എന്തുമാത്രം കൊലപാതകങ്ങളാണ് ഈ പശുപാലകന്മാരും പറഞ്ഞിട്ടും പശു സംരക്ഷകരെന്നും പറഞ്ഞ് നടക്കണേ, ദൈവമാണെന്നും പറഞ്ഞ് നടക്കണേ. എന്താണ് അവരുടെ ബോധത്തിനും ബുദ്ധിക്കുള്ള കുഴപ്പം? ലോകത്തുള്ള സകലർക്കും അറിയാം പശു ദൈവമല്ലെന്ന്. പക്ഷേ അവരുടെ ബോധം അങ്ങോട്ട് മനസ്സിലായിട്ടില്ലേ? കാരണം യേശുക്രിസ്തുവിലുള്ള ഈ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ പൂർണ്ണതയുള്ള യേശുവിന്റെ ജ്ഞാനത്താൽ, ബോധത്താൽ, ബുദ്ധിയാൽ അവർ പ്രകാശിതരായിട്ടില്ല. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തില് കർത്താവ് യേശു മിശിഹ പറയുന്നുണ്ട്, വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ മനുഷ്യൻ അശുദ്ധനാക്കൂ. വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ മനുഷ്യൻ അശുദ്ധനാക്കൂ. എന്നിട്ട് കർത്താവ് അവിടെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണ്. എന്നിട്ടും പോർക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് കുറച്ചു കൂട്ടര് പറയണം. എന്താ കാര്യം? ക്രിസ്തുവിന്റെ വെളിച്ചത്താൽ, ക്രിസ്തുവിന്റെ ബോധത്താൽ, ക്രിസ്തുവിന്റെ ബുദ്ധിയാൽ, ക്രിസ്തുവിന്റെ ജ്ഞാനത്താൽ അവർ പ്രകാശിതരായിട്ടില്ല. അപ്പോ ഉള്ളിലേക്ക് പോകുന്നത് മനുഷ്യൻ അശുദ്ധനാക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കാലാല് ഭക്ഷണം ഒക്കെ നടക്കണേ. വാസ്തവത്തിൽ ഇതൊന്നും ഇല്ലേ, ഹൈജീൻ എന്നൊക്കെ ഒരു പ്രചരിപ്പിക്കുകയാണ്. ഒന്നുമല്ല, ഇത് വെറും കച്ചവടമാണ്, ലോകം പിടിച്ചടക്കാനുള്ള ശ്രമമാണ്. അതിന് മതത്തിന്റെ കളർ കൂട്ടുകയാണ്. അപ്പൊ യേശു പറഞ്ഞ വചനങ്ങളാൽ അവര് ബോധദീപ്തരാകാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ബോധം ബുദ്ധിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ യേശുവിലേക്ക് ഉച്ചാർക്കപ്പെടണം. അതിന് മറ്റു കാരണങ്ങളുണ്ട്. മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട ഒരേ ഒരാളേ ഉള്ളൂ. രാമനോ ബുദ്ധനോ കൃഷ്ണനോ മുഹമ്മദോ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ മരണാനന്തര ജീവൻ തരാനും കഴിയില്ല. മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെടാത്ത അവർക്ക് എങ്ങനെയാണ് മരണാനന്തര ജീവൻ തരാൻ കഴിയുക? അത് തരാൻ കഴിയുന്ന ഏക വ്യക്തി യേശുവാണ്. അതുകൊണ്ട് യേശുവിലേക്ക്, ഈശോയിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. അപ്പോഴാണ് 7 ദാനങ്ങൾ അതിന്റെ കൃത്യമായ തോതിൽ, കൃത്യമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ മിശിഹായിലാണ് ഈ ആത്മാവിന്റെ 7 ദാനങ്ങൾ പൂർണ്ണതയിലുള്ളത്. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ ദൈവം നമ്മൾ സൃഷ്ടിച്ച ആത്മാവില്, അതായത് ദേഹിയില് ഈ ആത്മാവിന്റെ 7 ദാനങ്ങളുണ്ട്. ദൈവം നമ്മുടെ ദേഹിയെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നു അതിന് ശരീരം കൊടുക്കാൻ, ദേഹം കൊടുക്കാൻ. ആ ദൈവം സൃഷ്ടിക്കുന്ന ദേഹിക്ക്, സോളിന് ഈ ആത്മാവിന്റെ 7 ദാനങ്ങളുണ്ട്. ഇതുകൊണ്ടാണ് ബോധം, ബുദ്ധി, അറിവൊക്കെ ചെറിയ തോതിൽ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ മിശിഹായിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. അല്ലെങ്കിൽ ഈ പശു ദൈവമാണെന്ന് വിചാരിക്കുകയും ആന ദൈവമാണെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ മണ്ടത്തരങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും. അല്ലെങ്കിൽ പോർക്കിറച്ചി തിന്നാൽ നരകത്തിൽ പോകുമെന്നുള്ള ഒരു ചിന്തയിൽ കിടക്കും. അല്ലെങ്കിൽ ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന ഉടമ്പടിയുടെ അടയാളം മാറ്റിക്കളഞ്ഞതാണ് പരിച്ഛേദനം. അത് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാം. പക്ഷേ അതാണ് ഇപ്പോഴും ഉടമ്പടിയുടെ അടയാളം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമായിരിക്കും. അതല്ല ഉടമ്പടിയുടെ അടയാളം. പുതിയ ഉടമ്പടിയുടെ അടയാളം ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടലെന്ന വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ ഈ ലിംഗത്തിന്റെ അറ്റം ഛേദിച്ചു കളഞ്ഞാൽ അതൊന്നും ഉടമ്പടിയുടെ അടയാളമാകില്ല. അതൊരു മ്യൂട്ടിലേഷൻ പോലെ, ഒരു 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 സർക്കംസേഷൻ, അത്രയേ ഉള്ളൂ. ശൂന്യത്ത് കഴിക്കോ, പരിച്ഛേദനം, അതൊക്കെ അത്രയേ ഉള്ളൂ. പരിച്ഛേദനം വേണ്ടെന്ന് വെച്ചാൽ സഭയാണ്. സഭയ്ക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തു അല്ല പരിച്ഛേദനം വേണ്ടെന്ന് വെച്ചത്, യെറൂസലേം സൂനകദോസാണ്. അപ്പസ്തലന്മാരുടെ നടപടി, സ്ലീഹന്മാരുടെ നടപടി 15-ാമത്തെ അധ്യായത്തിൽ അത് പൗലോസ് ആവശ്യപ്പെട്ടത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ യഹൂദമതമല്ല. ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഉടമ്പടിയുടെ അടയാളം. ആ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മുടെ ഉള്ളില് ഒരു മായാത്ത മുദ്ര പതിക്കും, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. അത് ശരീരത്തിൽ മാത്രമല്ല, ഈ തൊലിപ്പുറത്തുള്ള സംഗതി അല്ല. അതാണ്, ഇതൊക്കെയാണ് ആഴമേറിയ, അതായത് ആളത്വം എന്ന് പറയുന്നതിൽ ശരീരത്തിൽ മാത്രമല്ല, ആളത്വം എന്ന് പറയുന്ന നമ്മുടെ ശരീരവും ദേഹവും ദേഹിയും ആത്മാവും ചേർന്ന ഒരൊറ്റ ആളാണ്. ആ ആളത്വത്തിനാണ് മാർക്ക്, അല്ലാണ്ട് ശരീരത്തിന് മാത്രമല്ല. ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് ഈ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആഴം. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ ആരാണെന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തലാണ് ഞാൻ പറഞ്ഞത് ദേഹം, ദേഹി, ആത്മാവ്. ദേഹി എന്ന് പറയുന്ന സോള്, ആ സോളിലുള്ളതാണ്, സോളിന്റെ ഹൃദയമാണ് ഈ പറഞ്ഞ സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആത്മാവ്. അതിന്റെ 7 ദാനങ്ങൾ. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നില്ലെങ്കിൽ ശരിയായ തരത്തിൽ ബോധമോ ബുദ്ധിയോ അറിവോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ചുരുക്കത്തില് ബൈബിള് ഉപയോഗിക്കുന്നത്, മനുഷ്യൻ ആരാണെന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് 3 വാക്കുകളാണ്: ദേഹം, ദേഹി, ആത്മാവ്. ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. ഈ മൂന്നും വ്യത്യസ്തമായിട്ടല്ല, ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ്, ഒരൊറ്റ ആളായിട്ടാണ് ബൈബിൾ കാണുന്നത്. അപ്പോൾ
ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് ബൈബിൾ ഉപയോഗിച്ചാൽ ആളുടെ ഉയർപ്പ് എന്നാണ് അർത്ഥം. ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ആളുടെ ഉയർപ്പ്. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലാതെ ശരീരത്തിൽ നിന്ന് വേറിട്ട ആത്മാവിന് വേണ്ടിയല്ല. അങ്ങനെ ബൈബിൾ സങ്കല്പമില്ല. ശരീരത്തിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ, ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമല്ല ശരീരം. ആണോ? അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ ശരീരം കൊണ്ട് പറയണേ? അല്ല, ആളെയാണ് ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നു, ശരീരത്തിന്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചാൽ ആളുടെ ഉയർപ്പിൽ ദേഹം, ദേഹി, ആത്മാവുള്ള ആളുടെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നെന്നാണ്. അച്ഛൻ പള്ളിയിൽ പറയാണ്, ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വെച്ചാൽ ഈ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കണം പറഞ്ഞാൽ ഹിന്ദുക്കളോ ഗ്രീക്കുകാരോ ചിന്തിക്കുന്നത് പോലെ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു ആത്മാവല്ല, ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. ആത്മാവെന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നത് ആളെയാണ്, ശരീരത്തിൽ നിന്ന് വേറിട്ട ആത്മാവിനെ അല്ല. അത് ഗ്രീക്കുകാരങ്ങനെയാണ്, ഹിന്ദുക്കൾ അങ്ങനെയാണ്. അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിക്ക സഭയിൽ നിന്ന് പോയത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റുകാരുടെ വിശ്വാസവും ഗ്രീക്കുകാരുടെ വിശ്വാസം പോലെയാണെന്ന് വിചാരിക്കുക. അതായത് ക്രൈസ്തവ വിശ്വാസം അതാണെന്ന് വിചാരിക്കും, തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയാണ് ഒരു മാറിപ്പോയത്. അതിനാൽ ഞാൻ ഈ എന്താണ് മരണാനന്തര ജീവിതം, മരിച്ച ഒരു ഉയർപ്പ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരാണ് മനുഷ്യൻ പറഞ്ഞത്. ഇതിന്റെ വെളിച്ചത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന ഒരു വാക്ക് ഞാൻ കോട്ട് ചെയ്യട്ടെ. മനുഷ്യൻ അവിഭാജ്യനാണ്, വിഭജിക്കാൻ പറ്റില്ല. അവന് ശരീരം, ആത്മാവ് എന്നിങ്ങനെ തിരിക്കാൻ കഴിയില്ല. നാം നമ്മുടെ ശാരീരികത, കോർപ്പറാലിറ്റി ജീവിക്കുകയും മനുഷ്യന്റെ ഏക ഉണ്മയെ സാക്ഷാത്കരിക്കാൻ, ഏക ഉണ്മ, ഏക ബീയിങ്, ഏക സ്വത്വം, അതിനെ സാക്ഷാത്കരിക്കാൻ ഒഴിച്ചുകൂടാനാകാത്തതായി ശരീരത്തെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ശാരീരികതയെ, ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാവിനല്ല നിത്യജീവനുള്ളത്. മനുഷ്യന് അവന്റെ സാകല്യാവസ്ഥയിലാണ്. സാകല്യം, സകലതും എല്ലാം ഒന്നായിരിക്കുന്ന, അതായത് ദേഹം, ദേഹി, ആത്മാവ് എന്ന സാകല്യ അവസ്ഥയിലാണ് അവന് അമരത്വമുള്ളത്, നിത്യത്വമുള്ളത്. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഞാൻ ഒന്നുകൂടി പറയട്ടത്, മനുഷ്യൻ അവിഭാജ്യനാണ്. മനുഷ്യനെ ശരീരം, ആത്മാവ് എന്നൊന്നും തിരിക്കാൻ കഴിയില്ല. നാം നമ്മുടെ ശാരീരികത, കോർപ്പറാലിറ്റി, ശാരീരികത ജീവിക്കുകയും മനുഷ്യന്റെ ഏക ഉണ്മയെ, മനുഷ്യൻ എന്ന ആളെ സാക്ഷാത്കരിക്കാൻ ഒഴിച്ചുകൂടാനാകാത്തതാണ് ഈ ശരീരമെന്ന് അനുഭവിച്ചറിയുന്നു. ശരീരമില്ലാതെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയോ? ഇല്ല. ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ആത്മാവിനല്ല നിത്യജീവനുള്ളത്. മനുഷ്യൻ ദേഹം, ദേഹി, ആത്മാവെന്ന മനുഷ്യന് അവന്റെ സാകല്യാവസ്ഥയിലാണ്, ആളത്വത്തിലാണ് അമരത്വമുള്ളത്, നിത്യത്വമുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ആവർത്തിക്കുക, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് ക്രിസ്ത്യാനി പറയുമ്പോൾ ഈ ആൾക്ക് കൂട്ടായിരിക്കണമേ എന്നാണ് അർത്ഥം. ആള്. ഞാൻ ശരീരത്തിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ ആളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്നാണ്. അല്ലാതെ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായ ശരീരത്തിന്റെ ഉയർപ്പിലല്ല, ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ആത്മാവിന്റെ ഉയർപ്പിലല്ല, ദേഹം, ദേഹി, ആത്മാവ് എന്ന ഒരൊറ്റ ഉണ്മയായിരിക്കുന്ന ആ ആളുടെ ഉയർപ്പിലാണ് നാം വിശ്വസിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്രൈസ്തവ വിശ്വാസം മറ്റുള്ള വിശ്വാസങ്ങളിൽ വ്യത്യസ്തമാണ്. മറ്റുള്ള വിശ്വാസങ്ങളിൽ വ്യത്യസ്തമാണ്. ഈ തനതായ വിശ്വാസം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അവരും നമ്മൾ ഒന്നാണ്, എല്ലാ മതങ്ങളും ഒന്നാണെന്നൊക്കെ പറയുന്നത്. എനിക്ക് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നവരോട് ഒറ്റ ചോദ്യം, ആരെങ്കിലും ക്രിസ്തുവല്ലാതെ മറ്റാരെങ്കിലും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അവരും നമ്മളും ഒരേ മതമാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടാത്ത ആളുകൾക്ക് നമുക്ക് മരിച്ചു കഴിയുമ്പോൾ ഉയർപ്പ് നൽകാൻ കഴിയുമോ? അവര് തന്നെ ഉയർത്തിട്ടില്ല, പിന്നെ നമുക്ക് ഉയർപ്പ് നൽകാൻ കഴിയുമോ? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടത് യേശുക്രിസ്തു മാത്രമല്ലേ? അപ്പൊ അവനോട് ബന്ധപ്പെട്ടിരുന്നാൽ മാത്രമല്ലേ നമ്മൾ മരണത്തിന് ശേഷം നമുക്ക് ജീവൻ കിട്ടുള്ളൂ, നിത്യജീവൻ, അമരത്വം. അപ്പൊ അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി വിശദമായിട്ട് കാണാം. ഇത് നിങ്ങൾ പല പ്രാവശ്യം കേട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമായി കിടക്കുന്ന ഹൈന്ദവ വിശ്വാസം, ഗ്രീക്ക് തത്വചിന്തയൊക്കെ ഉണ്ട്. അത് മാറ്റി എന്താണ് ക്രൈസ്തവ വിശ്വാസം എന്ന് തിരിച്ചറിയണം. ഇത്രയും തിരിച്ചറിഞ്ഞാൽ മറ്റൊരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമ്മളിലും വേർപെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അർത്ഥം. ആത്മാവിന് വേണ്ടി മാത്രമല്ല, ശരീരത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദേഹം, ദേഹി, ആത്മാവ് എന്ന ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്ന
ആളുടെ സാകല്യാവസ്ഥയ്ക്ക് സാകല്യാവസ്ഥയിലാണ് അവർക്ക് അമരത്വമുള്ളതും നിത്യത്വമുള്ളതും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആളുടെ ഉയർപ്പിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആത്മാവിന്റെ ഉയർപ്പിലല്ല. ഇത് നിങ്ങൾ ആഴത്തിൽ പഠിച്ച് മറ്റുള്ളവർ പങ്കുവെച്ച്, ചിലപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് അറിയണമെന്നില്ല, എല്ലാ അച്ഛന്മാർക്ക് അറിയണമെന്നില്ല, കുറച്ച് പഠിച്ചത് കൊണ്ട് മാത്രം അറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യം വരാനായിട്ട് അച്ഛന്മാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് ഇതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കണേ. അതുകൊണ്ട് ഞാൻ മരണ പാപ്പാബി കോട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധനം കോട്ട് ചെയ്ത് പറയും ചെയ്യാം. ഇതാണ് ക്രൈസ്തവ വിശ്വാസമെന്ന് പെന്തക്കോസ്തക്കാരോടും യഹോവസാക്ഷികളോടും ദൈവസഭക്കാരോടും കൃഷ്ണ ഡെൽഫിൻസിനോടും ഒക്കെ പറയണം, പ്രോട്ടസ്റ്റന്റുകാരോട് പറയണം, പിന്നെ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും പറയണം. നിങ്ങളുടെ വിശ്വാസം വേറെയാണ്, ഞങ്ങളുടെ വിശ്വാസം വേറെയാണ്. നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അത്രയും വരില്ല നിങ്ങളുടേത്. അതിന് കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്തു അല്ലാതെ മറ്റൊരാളും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് ഉയർപ്പുണ്ടെങ്കിൽ അത് ഈ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന് മാത്രം നൽകാൻ കഴിയുന്നതാണ്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നമ്മൾ കൃത്യമായിട്ട് പറയണം. അവര് എതിർക്കാതിരിക്കുക ചെയ്തോട്ടെ, അത് അവരുടെ വീക്ഷണം. നമുക്ക് നമ്മുടെ കാര്യം പറയാലോ. അപ്പൊ ഇത് പ്രാർത്ഥിക്കുക മാത്രമല്ല, വിശ്വാസം ഏറ്റുപറയുകയും വേണം. അതാണ് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെട്ട് വിശ്വാസം ഏറ്റുപറയുകയാണ്. ഈ ജപമാലയിൽ നമ്മൾ ഓരോ ഡെക്കഡ് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് അത്രയും പ്രധാനപ്പെട്ട വിശ്വാസമായതുകൊണ്ടല്ലേ. കാരണം മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട കർത്താവിന്റെ മുമ്പിൽ പരിശുദ്ധ കന്യകാമറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ. ഈ 20 രഹസ്യങ്ങളും അങ്ങനെയല്ലേ, ഈശോയുടെ ജീവിതത്തിലെ രഹസ്യങ്ങളാണ്, രക്ഷാകര രഹസ്യങ്ങൾ. നമ്മെ രക്ഷിച്ച ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ രക്ഷാകര പ്രവൃത്തിയെക്കുറിച്ച് മറിയത്തോടൊപ്പം ഇരുന്ന് ധ്യാനിക്കുകയാണ്. അപ്പൊ മരിച്ചവരുടെ ഉയർപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നൽകാൻ കഴിവുള്ളവനോട്, ആ കഴിവുള്ളവന്റെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനേക്കാൾ ഗംഭീരമായൊരു പ്രാർത്ഥനയുണ്ടോ? അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് കേട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കി, നമ്മുടെ വിശ്വാസം നിരന്തരമാക്കി ആ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇനിയും പറയേണ്ടതുണ്ട്. കാരണം ആഴത്തിൽ വേരോടിരിക്കുന്ന തെറ്റിദ്ധാരണയാണ്, മറ്റു മതങ്ങളിൽ വിശ്വാസമാണ്. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അവരെ നമ്മൾ കുറ്റപ്പെടുത്താനൊന്നുമില്ല, പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.